മൻ അക്രമ ഹാദിഹിൽ അയ്യാമൽ അശ്റ, ഈ 10 ദിവസത്തെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, അക്രമഹുല്ലാഹു തആല ബി അശ്രി കറാമാത്ത്, 10 മഹത്വങ്ങൾ നൽകി അള്ളാഹു അയാൾക്ക് ബഹുമതി നൽകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ. ഒന്ന്, അൽ ബറക്കത്തു ഫീ ഉംരിഹി, ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹുവേ, ഞങ്ങളെയൊക്കെയും ആയുസ്സിൽ ബറക്കത്തുള്ളവരിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. 2, വസിയാദതു ഫീ മാലി, സമ്പത്തിൽ ആവശ്യത്തിനനുസരിച്ച് വർധനവുണ്ടാകും. ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3, വൽ ഹിഫ്ളു ലിഇയാലിഹി, നമ്മുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ കാരുണ്യവാനായ റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണമുണ്ടാകും. അള്ളാഹു തന്നെ സംരക്ഷിക്കണം, മറ്റൊരാൾക്കും സംരക്ഷിക്കാൻ കഴിയില്ല. കുടുംബത്തിന് സംരക്ഷണമുണ്ടാകും. കഴിഞ്ഞുപോയ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും. ദോഷങ്ങൾ പുറത്തു കിട്ടുക എന്നത് വല്ലാത്ത ബഹുമതിയാണ്. തൗഫീഖ് നൽകണമേ അല്ലാഹ്. വത്തളഈഫു ലിഹസനാതിഹി, ചെയ്യുന്ന ഓരോ അമലുകൾക്കും പ്രതിഫലം ഇരട്ടിപ്പിച്ചു തരും. മറ്റുള്ള മാസങ്ങളിൽ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുണ്ടല്ലോ, അതിനേക്കാൾ അമലിന് അല്ലാഹു തആല ഹസനാത്ത് വർദ്ധിപ്പിച്ചു തരും, ഇരട്ടിയാക്കി തരും. മരണവേദനയില്ലേ, അത് അള്ളാഹു എളുപ്പമാക്കി തരും. എത്രയാണ് മരണവേദന പറയാൻ കഴിയില്ല. ജീവനുള്ള പക്ഷിയെ ചുട്ടുപൊള്ളുന്ന ഒരു വെട്ടിത്തിളക്കുന്ന എണ്ണയിലേക്കിട്ട് ആ എണ്ണയിൽ നിന്നതങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജീവനാവട്ടെ പോകുന്നില്ല. ജീവനുള്ളതോടുകൂടെ ആ സമയത്ത് അനുഭവിക്കുന്ന വേദന എത്രയാണോ, ആ വേദനയാണ് മരണസമയത്ത് അനുഭവപ്പെടുക എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളോട് പറഞ്ഞ കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടതാണ്. അല്ലാഹുവേ, മരണവേദന ലഘൂകരിക്കണമേ അല്ലാഹ്. നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. മരണവേദന ലഘൂകരിച്ചു കിട്ടും ഈ ദിവസത്തെ ആദരിച്ചാൽ. പിന്നെയോ ഖബറിൽ അനുഭവിക്കുന്ന ഇരുളില്ലേ, ആ ഇരുൾ നീങ്ങിക്കിട്ടും, വെളിച്ചമാകും. നന്മയും തിന്മയും തൂക്കവേ നന്മയുടെ പക്ഷം ഭാരമുള്ളതായി മാറും. യാ അല്ലാഹ്, വല്ലാത്തൊരു ഘട്ടാണത്. വല്ലാത്തൊരു ഘട്ടമാണ് നന്മയും തിന്മയും തൂക്കുന്ന ഘട്ടം. ആ സമയത്ത് ഞങ്ങളുടെ നന്മയുടെ പക്ഷം ഭാരമുള്ളതാക്കണമേ അല്ലാഹ്. ഈ ദിവസത്തെ പരിഗണിച്ചവർക്ക് ആ സൗഭാഗ്യമുണ്ടാകും. വന്നജാതു മിൻ ദറകാതിഹി, എല്ലാ വിപത്തുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകും. വസ്സൂദു അലാ ദറജാതിഹി, നാൾക്ക് നാൾ ദറജകൾ അല്ലാഹു ഉയർത്തി തരും. നമ്മളുടെ ദറജ ഉയർന്നു വരാൻ ഇത് കാരണമാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് നിയ്യത്ത് ചെയ്യാ. ഈ ഒരു 10 ദിവസത്തെ പരമാവധി ചെയ്യേണ്ടത് ചെയ്തും ചൊല്ലേണ്ടത് ചൊല്ലിയും ചിന്തിക്കേണ്ടത് ചിന്തിച്ചും നമുക്ക് റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാം. ഇൻഷാ അല്ലാഹ്, നിങ്ങൾ തയ്യാറല്ലേ? അതിനൊന്നും ഒരുങ്ങല്ലേ? അല്ലാഹു വിധി നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെയാ ചെയ്യേണ്ടത്? കാര്യമായി ഈ ഒരു 10 ദിവസം ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കുക. അത് ഈ ദിവസത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ദുൽഹിജ്ജ 1 മുതൽ ഉൽഹിയ്യത്തിന്റെ മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്.
ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ശരീരത്തിൽ നിന്ന് നഖവും മുടിയും നീക്കാതിരിക്കൽ സുന്നത്തുണ്ട്. ഉളുഹിയ്യത്തിന്റെ മൃഗത്തെ കണ്ടാൽ എല്ലാവർക്കും അല്ലാഹു അക്ബർ ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ എല്ലാ ഘട്ടത്തിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ ദിക്ർ വർദ്ധിപ്പിക്കുക. ഇത് തന്നെയാണ് ഈ 10 ദിവസത്തെ ആദരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ തീരുമാനിക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജ ഈ ഒരു 10 ദിവസം പരമാവധി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ ദിക്ർ ചൊല്ലണം. നിങ്ങളൊരു ഹദീസ് ശ്രദ്ധിക്കേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലുകളില്ലേ, ആ അമല് പോലെ അമലുകൾ അല്ലാഹുക്ക് ഇഷ്ടമുള്ള മറ്റൊരു ദിവസവുമില്ല. യഅനി അയ്യാമി അശ്രി ദുൽഹിജ്ജ, ഈ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാ മുത്ത് റസൂൽ ഉദ്ദേശിച്ചത്. ഈ ദിവസത്തിൽ ചെയ്യുന്ന ഓരോ അമലുകൾക്കും സാധാരണ അമലുകൾക്കും വലിയ കൂലിയാണ്. അപ്പൊ ചോദിച്ചു, വല്ല നബിയെ, ആലോ സഹാബികളുടെ ചോദ്യം ഇങ്ങനെയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മറ്റു മാസത്തിൽ യുദ്ധത്തിന് പോയാൽ കിട്ടുന്ന കൂലിയില്ലേ, അതിനേക്കാൾ വലിയ കൂലിയാണോ ഈ മാസത്തിലെ സാധാരണ അമലുകൾക്ക് നബിയേ? അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പോവാന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള പോക്കാണ്. അതൊരു ചെറിയ സംഗതിയല്ല. അതിന് കൂലി എന്താ? നേരിട്ട് സ്വർഗം കൊടുക്കലെന്നെ. എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുത്ത് നേരിട്ട് സ്വർഗം കൊടുക്കല. നബിയേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, മറ്റു മാസത്തിൽ യുദ്ധത്തിന് പോയാൽ കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലിയാണോ ഈ മാസത്തിലെ സാധാരണ അമലുകൾക്ക് നബിയേ? ഖാല, ഹബീബായ നബി തങ്ങളുടെ മറുപടി, അതേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, മറ്റു മാസത്തിൽ യുദ്ധത്തിന് പോയാൽ കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലി തന്നെയാ ഈ മാസത്തിലെ സാധാരണ അമലുകൾക്ക്. എന്തിനാണ് ഞാൻ ഈ സമയത്ത് ഇതൊക്കെ നിങ്ങളോട് പറയുന്നതെന്നറിയോ? ഇതൊന്ന് കേട്ട് ഉൾക്കൊണ്ട് ഈ 10 ദിവസത്തെ ആദരിച്ച് ബഹുമാനിച്ച് അള്ളാന്റെ അടുക്കൽ ഒരു അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടിയാ. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇതൊക്കെ ഒരു പക്ഷേ അള്ളാഹു ഇങ്ങനെ തന്നൊരവസരമായിരിക്കും. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത് നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് കൈമാറണം. ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു വെളിച്ചം കിട്ടിയാൽ അൽഹംദുലില്ലാ, നമ്മൾ കാരണമായി അങ്ങനെ ഒരു വെളിച്ചം കിട്ടിയാൽ അത്ര വലിയ സന്തോഷമായിരിക്കും. അത് നമുക്ക് ഖബറിലേക്ക് വലിയ മുതൽ കൂട്ടാകുമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? മുത്തറസൂൽ പറഞ്ഞു, അതേ സ്വഹാബ, മറ്റു മാസത്തിൽ നിങ്ങൾ ശരീരം സമർപ്പിക്കാനായി യുദ്ധത്തിന് പോയാൽ കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലി ഈ മാസത്തിലെ സാധാരണ അമലുകൾക്കുണ്ട്. ഇല്ലാ റജുലുൻ, ഒരാളൊഴികെ, ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി, അയാൾ യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ മടങ്ങിയില്ല, ഷഹീദായി. എന്നാൽ ആ ശുഹദാഇനാണ് കൂടുതൽ കൂലി. എന്നാൽ യുദ്ധം ചെയ്ത് തിരിച്ചു പോന്നാൽ കൊടുക്കുന്ന കൂലി ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ കൂലി ഈ മാസത്തിലെ സാധാരണ അമലുകൾക്കുണ്ട്. നബിയെ, ഞങ്ങൾ എന്തു ചെയ്യണം? ഏത് അമലിന് പ്രാധാന്യം കൊടുക്കണം? ഉടനെ ഫഖാല, ഹബീബിന്റെ മറുപടി ഇങ്ങനെയാ, വഅക്സിറൂ ഫീഹിന്ന മിനത്ത് തസ്ബീഹി വത്തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദ്.
സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാകസിറൂ ഫീഹിന്ന, ഈ 10 ദിവസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് മിനത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് വത്തഹ്മീദ് വൽഹംദുലില്ലാഹ് വത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വത്തക്ബീർ അല്ലാഹു അക്ബർ. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, ഇത് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. ഇത് സ്വർഗത്തിൽ ഒരു വൃക്ഷം നടുന്നത് പോലെയാ. ഒരാൾ ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടും. സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭൂസത്തിന്റെ ഉടമ ഈ ദിക്ർ ധാരാളം ചൊല്ലിയവരാ. സൗഭാഗ്യം നൽകണമേ അല്ലാ, ഇജാബത്ത് നൽകണമേ അല്ലാ.